കേരള നാട്ടിലെവിടെയാ? ബെസ്റ്റ് മലയാളിയാ. എന്റെ നാട്ടിൽ കണ്ണൂരാ. കണ്ണൂരോ? താമസം ഷിമോഗ, കർണാടക. ഇതാണോ ബിസിനസ്? ഞാൻ ഇവിടുത്തെ ഡയറക്ടറാണ്, ഈ സെയിൽസ് ഡയറക്ടറാണ്. ഈ കമ്പനി എംപ്ലോയിയാ. ചെറിയ ആളാ സാറേ. എത്ര മതിക്കിപ്പോ? 2.5 കിലോ ഉണ്ട്. 2.5 കിലോ ഗോൾഡ്. ഇന്നത്തെ റേറ്റിന് ഏകദേശം എത്ര മതിക്കും? 2,60-65 ലക്ഷം ഉണ്ടാവും. സ്വന്താണത്? എല്ലാം സ്വന്തമാണ്. ഞാൻ ഡൗണിങ് ലെവലിൽ വന്നതാണ്. എന്റെ അച്ഛനെ വരെ ഒന്നും തന്നില്ല. എന്താ അവസ്ഥ അല്ലേ? ഒരു ചെറിയ ജ്വല്ലറി നടത്താനുള്ള ഗോൾഡ് ഉണ്ട്. ഈ പണം ആവശ്യത്തിലധികം കൂടുതൽ ഉണ്ടാവുമ്പോൾ ചില ആളുകള് വെറുതെ ദൂർത്തടിച്ച് കളയുന്നവരുണ്ട്. ചില ആളുകള് എത്ര പണം കയ്യിലുണ്ടായാലും ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് സാധാരണക്കാരനായി ജീവിക്കും. ചില ആളുകള് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് വെറുതെ വാരിക്കോരി കൊടുക്കും. ചില ആളുകള് അവരുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കും, പ്രയോറിറ്റി കൊടുക്കും. ഇതുപോലെ ഇത് അയാളുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെ ഗോൾഡ് ഇട്ട് ഒറ്റക്ക് നടക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് അയാളുടെ ആഗ്രഹം. അയാൾ പറഞ്ഞ പോലെ ഇത് ഹാർഡ് വർക്കിന്റെ ഫലമാണ്. 2-2.5 കോടിയിലധികം വരുന്ന ഇന്ത്യൻ മണിക്ക് തത്തുല്യമായിട്ടുള്ള ഗോൾഡ് കയ്യിലും കാലിലും ഇട്ട് നടക്കുക. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ആഗ്രഹങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ വേറൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല്, അയാൾ പറഞ്ഞു അയാളുടെ കയ്യിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു റിവോൾവർ ഉണ്ടെന്ന്. മൂക്കുമുട്ടെ കടം കയറി സ്വത്തും മുതലും എല്ലാം പോയി, ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയി, വീടും ജപ്തിയുടെ വക്കില്, ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴി മുന്നിലില്ല എന്ന് കരുതി നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ. അപ്പൊ അത്തരം ആളുകൾ ഇങ്ങനെ ഇയാൾ ഒറ്റയ്ക്കൊക്കെ നടക്കുന്നത് കണ്ടാൽ, ചെയ്യുമെന്നല്ല പറയുന്നത്, കണ്ടാൽ അത് ഇയാളുടെ എത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഒരൊറ്റ നിമിഷത്തേക്ക് അവരുടെ ആ ചിന്തകൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇയാളുടെ ജീവൻ തന്നെ നഷ്ടമാവും. സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ അയാളുടെ ജീവന് മാത്രമല്ല അത് ഭീഷണിയാവണം. അയാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന അയാളുടെ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുടുംബാംഗങ്ങൾ ഉണ്ടാവും, ഒക്കെ എല്ലാവരും അവതാളത്തിലായി പോകും. അപ്പം ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, എന്തൊക്കെ സംഗതികൾ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും അത്ര ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരുണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്തായാലും 10-14 വർഷമായിട്ട് അയാള് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് എങ്കിൽ മുജ്ജന്മ സുഹൃതം. വല്ലാത്ത ജാതി.